ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നീറുവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവവചനവുമായി വീണ്ടും നിൽക്കുവാൻ കർത്താവ് ഒരവസരം തന്നതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയത്തോടുള്ള ബന്ധത്തിൽ 16-ാം സങ്കീർത്തനം 8-ാം വാക്യം വായിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ശരിയായ വശങ്ങൾ നാം ചിന്തിച്ചു. കർത്താവിനെ എപ്പോഴും മുൻപിൽ വെച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതെന്താണ് എന്ന് വിശദമായി നാം ചിന്തിച്ചു. അതിൻ്റെ പുതിയ നിയമ ഭാഷയിൽ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അതിൻ്റെ അർത്ഥം എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഞാനത് ചുരുക്കി പറയാം. കർത്താവിനെ എപ്പോഴും മുൻപിൽ വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സദാസമയവും അതിൻ്റെ അർത്ഥം തന്നെ അവനാണ് എൻ്റെ മാർഗദർശി, അവനാണ് എൻ്റെ മാതൃകാപുരുഷൻ, അവനാണ് എൻ്റെ മാധ്യമം, അവനാണ് എൻ്റെ പരിച അല്ലെങ്കിൽ മറവിടം, അവനാണ് എൻ്റെ ലക്ഷ്യം. ഇങ്ങനെ 5 പോയിന്റുകൾ ആ ബന്ധത്തിൽ നാം ചിന്തിച്ചു. അപ്പോൾ മറ്റൊരു അതേ അധ്യായത്തിൻ്റെ തന്നെ അതേ സങ്കീർത്തനത്തിൻ്റെ 3 താഴെയുള്ള 9, 10, 11 വാക്യങ്ങളിൽ ദാവീദ് പറയുന്ന ചില അനുഭവങ്ങളിൽ കൂടെ, അല്ലെങ്കിൽ കർത്താവിനെ മുൻപിൽ വെച്ചതിൻ്റെ ഫലമായി എന്ത് ഗുണമുണ്ടാകുന്നു, വല്ല ഗുണമുണ്ടാണോ, എന്താണത് എന്ന് കൂടെ ചിന്തിപ്പാനാണ് ഈ പ്രാവശ്യം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ കർത്താവിനെ എപ്പോഴും മുൻപിൽ വച്ചിരിക്കുന്നു. അതിൻ്റെ അടുത്ത ഭാഗം 8-ാം സംഘത്തിൻ്റെ 8-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകില്ല എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ജീവിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? കർത്താവ് എൻ്റെ വലത്ത് ഭാഗത്തുണ്ട്. ഈ വലത്ത് ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ചില റെഫറൻസ് നോക്കുന്നത് നന്നായിരിക്കും. വലത്ത് ഭാഗത്ത് ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് നിൽക്കും എന്ന് ദൈവം തന്നെ വചനത്തിൽ നമുക്ക് കാണാം. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവൻ സ്വർഗാരോഹണം ചെയ്ത് മഹിമയുടെ വലത്ത് ഭാഗത്തിരുന്നു എന്ന് കാണാം. നിന്റെ വലങ്കൈ നിന്റെ വലത്ത് ഭാഗത്തെ പുരുഷൻ്റെ മേൽ ഇരിക്കട്ടെ എന്ന് വേറൊരു ഭാഗത്ത് കാണാം. അതുപോലെ 73-ാം സങ്കീർത്തനത്തിൽ ആസാവ് പറയുന്നുണ്ട്, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കും, ഉയർന്നിരിക്കുന്നു, ഇടവലങ്കരം വീര്യം പ്രവർത്തിക്കും എന്ന് മറ്റൊരു ഭാഗത്ത് കാണാം. അപ്പോൾ വലത്ത് ഭാഗം അല്ലെങ്കിൽ വലങ്കൈ അതിനെന്തോ പ്രത്യേക അർത്ഥമുണ്ടെന്ന് ഉള്ളതുപോലെ നമുക്ക് കാണാം. മാത്രമല്ല മറുവശം 109-ാം സങ്കീർത്തനത്തിൽ എതിരാളി അവൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കട്ടെ എന്നെഴുതിയിട്ടുണ്ട്. മാത്രമല്ല സെഖര്യാവ് 3-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ പുരോഹിതനായ യോശുവ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കണ്ടു എന്നും കാണാം. അപ്പോൾ വലത്തുഭാഗത്ത് ഒന്നുകിൽ കർത്താവ് അല്ലെങ്കിൽ സാത്താൻ, അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മുടെ രക്ഷകൻ അല്ലെങ്കിൽ നമ്മുടെ എതിരാളി. ഇതിലൊരാൾ നമ്മുടെ വലത്തുഭാഗത്ത് എപ്പോഴും കാണും. ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് എൻ്റെ വലത്ത് ഭാഗത്ത് എൻ്റെ കർത്താവാണ്. അപ്പോൾ സദാസമയവും ദൈവസ്ഥാനത്തിൽ ജീവിക്കുന്ന, അവനെ വിട്ടൊന്നുമില്ല എന്ന ബോധ്യത്തിൽ കർത്താവാണ് എൻ്റെ എല്ലാം, തിരുസന്നിധി വിട്ട് ഞാൻ അകലുകയില്ല, തിരുസാന്നിധ്യത്തിൽ ഞാൻ വസിക്കുന്നു എന്ന ഉത്തമ ബോധ്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ വേറൊരു വലിയ ബോധ്യമാണ് എൻ്റെ കർത്താവിൻ്റെ വലതു ഭാഗത്തുണ്ട്.
അതുകൊണ്ട് ഉള്ള ഗുണമെന്താണ്? തുടർന്നുള്ള വാക്യങ്ങളിൽ പല കാര്യങ്ങളും അവൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവത്തെ മാത്രം, അല്ലെങ്കിൽ കർത്താവിനെ മാത്രം ജീവിതത്തിന് പരമമായി കണ്ട് കർത്താവിൽ ആശ്രയിച്ച് അവനെ മാർഗദർശിയായി അവൻ്റെ വാക്ക് കേട്ട് മാത്രം നടക്കുന്ന, എൻ്റെ നടപ്പ് നിന്റെ ചുവടുകൾ എന്ന് പറയുന്ന ഈ കർത്താവിനെ അനുകരിക്കുന്ന, കർത്താവിൽ കൂടെ ലോകത്തെ കാണുന്ന, കർത്താവിനെ എല്ലാ പ്രശ്നത്തിനും മറുപടമാക്കിയ, കർത്താവിനെ ജീവിത ലക്ഷ്യമായി എനിക്ക് എൻ്റെ കർത്താവിനോട് ചേരണം എന്ന ആഗ്രഹത്തോടെ ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ്റെ കർത്താവുണ്ട്. തൽഫലമായ എന്താണ് ഗുണം? ചില കാര്യങ്ങൾ താഴിട്ട് അവൻ അടിവരയിട്ട് പറയുന്നു. ഒന്ന്, അവൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല, ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. എൻ്റെ കർത്താവ് എൻ്റെ വലത്തുഭാഗത്തുണ്ടല്ലോ. കുലുങ്ങത്തക്ക ധാരാളം സംഭവങ്ങൾ, ധാരാളം പ്രശ്നങ്ങൾ, ധാരാളം പോരാട്ടങ്ങൾ, പലവിധ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അവയെല്ലാം വരുമ്പോൾ ഞാൻ കുലുങ്ങത്തില്ല. വേറൊരു ഭാഗം പറയുന്നു, ഞാൻ ഏറെ കുലുങ്ങിയില്ല, ഞാൻ ഏറെ കുലുങ്ങത്തില്ല. മാത്രമല്ല, ഈ വേറൊരു ഭാഗത്തുണ്ടല്ലോ, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സ്വയംപദം പോലെയാകുന്നു. 62-ാം സങ്കീർത്തനത്തിൽ ആണ് ദാവീദ് പറഞ്ഞത്, ഞാൻ ഏറെ കുലുങ്ങിയില്ല, അവൻ എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങിയില്ല. അപ്പോൾ ലോകം മുഴുവൻ കുലുങ്ങിയാലും, ലോകം മുഴുവൻ പ്രശ്നങ്ങളാൽ നിറഞ്ഞാലും, ലോകം മുഴുവൻ ആകുലം കൊണ്ട് പലവിധ പ്രശ്നങ്ങൾ, ഇവിടെ നോക്കിയാലും കുലുക്കമാണ്, ഒന്നിനും സ്ഥിരമില്ല. സകലവും മറിഞ്ഞാലും സകലവും പോയാലും ഞാൻ കുലുങ്ങുകയില്ല. കാരണം എൻ്റെ കർത്താവിൻ്റെ വലത്ത് ഭാഗത്തുണ്ട്. ഞാൻ എൻ്റെ കർത്താവിനെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നു. അപ്പോൾ വിവിധങ്ങളായ പ്രശ്നങ്ങൾ, വിവിധങ്ങളായ സാഹചര്യങ്ങൾ, വിവിധങ്ങളായ സ്ഥിതിഗതികൾ, വിവിധങ്ങളായി വർണ്ണിക്കാനാവാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നാൽ, കഷ്ടനഷ്ടങ്ങൾ വന്നാൽ, രോഗം വന്നാൽ, പ്രയാസം വന്നാൽ, എന്തും ഉറ്റവർ വേർപെട്ടാൽ, സ്നേഹിതന്മാരെല്ലാം ശത്രുക്കളെ പോലെ ആയാൽ, അപവാദങ്ങളുടെ നടുവിൽ നമ്മെ ആക്കിയാൽ, ആരും തുണയില്ലാത്ത സാഹചര്യം ജീവിതത്തിൽ വന്നാൽ ഞാൻ കുലുങ്ങിയില്ല. കാരണം ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഒരു യഥാർത്ഥ ദൈവവന്റെ പ്രായൽപ്പിതാണ്. കർത്താവ് 2 അടിസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. എൻ്റെ വചനങ്ങളെ കേട്ട് അൻപ്രകാരം ചെയ്യുന്നവൻ ആഴക്കൊഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീണ്ടും വന്ന മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ പെയ്തു, കാറ്റടിച്ചു, വീട്ടിന്മേൽ അടിച്ചു, പക്ഷെ അത് വീണില്ല. കാരണം പാറമേൽ അത്ര ഉറപ്പായിട്ടാണ് പണിതിരിക്കുന്നത്. അത് വചനം കേട്ട് ചെയ്യാത്തവൻ, അവനും വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിൽ മരിച്ചു, വീണു. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും എന്ത് സംഭവിച്ചാലും ശരി കുലുങ്ങാതെ ഇരിക്കണമെങ്കിൽ ആശ്രയം ദൈവത്തെ, അല്ലെങ്കിൽ ആ ദൈവത്തിന് ധൈര്യമായി പറയാൻ കഴിയും, എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ കുലുങ്ങിയില്ല. മാത്രമല്ല, തൊട്ട് താഴെ അവൻ പറയുന്നു, അതിൻ്റെ ഫലം കൊണ്ട്, അതിൻ്റെ എന്താണ് പറയുന്നത്? അത് 9-ാം വാക്യം, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. നോക്കണം, ഹൃദയത്തിനും മനസ്സിനും ആനന്ദം. എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു. എന്ത് സന്തോഷമാണത്? ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുമ്പോഴുള്ള സന്തോഷമാണോ? ലോകത്തിന് ഉയർച്ച വരുമ്പോൾ ഉള്ള സന്തോഷമാണോ? മനുഷ്യർ നമ്മെ അംഗീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണോ? വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണോ? അല്ല. 4-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞായിരുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം നിന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. മാത്രമല്ല, 36-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ആനന്ദ നദി അവരെ കുടിപ്പിക്കുന്നു. നിന്റെ ആനന്ദ നദി,
സാദൃശ്യവാക്യത്തിൽ നാം വായിച്ചാൽ സന്തോഷിക്കുന്നു പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഗുണം? സാദൃശ്യവാക്യത്തിൽ നാം വായിക്കുന്നു, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, താർന്ന മനസ്സോ അസ്ഥികളെ നുറുക്കുന്നു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ സന്തോഷമെങ്കിൽ എൻ്റെ ശരീരത്തിൽ നല്ല ഔഷധമാണ്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാണ്, പണം നിങ്ങളുടെ ബലമാണെന്നല്ല, പ്രശസ്തി നിങ്ങളുടെ ബലമാണെന്നല്ല, സ്ഥാനമാനങ്ങൾ നിങ്ങളുടെ ബലമാണെന്നല്ല, സന്താന സമ്പത്ത് നിങ്ങളുടെ ബലമാണെന്നല്ല, അതൊന്നുമല്ല, അതെല്ലാം ക്ഷണികമാണ്. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എങ്ങനെയാണ് അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ കർത്താവിന് മുമ്പിലുണ്ട്. കർത്താവ് മുൻപിലുള്ള ദൈവത്തിന് ധൈര്യമായി ഇത് പറയാൻ കഴിയും. സ്തോത്രം. മാത്രമല്ല, മുന്നോട്ട് നീങ്ങട്ടെ. ആ 9-ാം വാക്യത്തിനെ മറ്റൊരു കാര്യം കൂടെ പറയുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. നിർഭയത, ഭയമില്ലാത്ത അവസ്ഥ, ഒന്നിനെയും പേടിക്കാതെ. ഇന്ന് മനുഷ്യരാകപ്പാടെ ഭയത്തിന് അധീനരായി, ആകുലപ്പെട്ട് ഭയവിഹുലരായി ജീവിക്കുന്നു. നാളെ എന്ത് സംഭവിക്കും, നാളെക്കുറിച്ചുള്ള ഭയം, സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഭയം, മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഭയം, പല വിധത്തിൽ ഭയത്തിന് അടിമകളായി മനുഷ്യർ ജീവിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട വിശ്വാസി ഭയത്തിൽ നിന്ന് മോചിതനാണ്. കർത്താവ് ഇങ്ങനെ റോമാലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതെന്ന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ അത്രയേ പ്രാപിച്ചത്. പിന്നെയും പറഞ്ഞു, അടിമത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നത്. പിന്നെയും ഭയപ്പെടുവാൻ അടിമത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ക്രിസ്തുയേശുവിൽ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണത്താൽ സ്വാതന്ത്ര്യം വരുത്തിയവന് നിർഭയതയുണ്ട്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ നാം അത് കാണുന്നില്ല. നാളെയെ ഭയമില്ല, ഭാവിയെ ഭയമില്ല, സാത്താനെ ഭയമില്ല, അപവാദത്തെ ഭയമില്ല, അധികാരത്തെ ഭയമില്ല, പീഡനത്തെ ഭയക്കുന്നില്ല, രോഗത്തെ ഭയമില്ല, ഒന്നിനും എനിക്ക് ഭയമില്ല. 27-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇങ്ങനെയാണല്ലോ, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവനബലം, ഞാൻ ആരെ പേടിക്കും? വിഷയം പേടിയാണ്. കർത്താവ് എൻ്റെ മുൻപിലുണ്ടെങ്കിൽ, അവൻ്റെ മറവിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ, ലോകത്തിൽ ഒന്നിനെയും എനിക്ക് ഭയപ്പെടുവാനില്ല. ക്രിസ്തുയേശുവിൽ ഭയത്തിൽ നിന്ന് അവനെ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞത്, ഭയത്തിന് ദണ്ഡനമുള്ളത് കൊണ്ട് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കിയിരിക്കുന്നു. ഭയത്തെ പുറത്താക്കി കളഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വസിക്കുക, അല്ലെങ്കിൽ ഈ നാം ചിന്തിച്ചതുപോലെ കർത്താവിൻ്റെ ആ ബലത്തിൽ, ആ ബന്ധത്തിൽ ജീവിക്കുന്ന, സദാ കർത്താവ് എൻ്റെ മുൻപിലുള്ള ആ ഉറപ്പിൽ ജീവിക്കുന്ന ദൈവബദൽ ഭയരഹിതനായി, ഉത്കണ്ഠയില്ലാതെ നിർഭയനായി അവൻ ജീവിക്കും. ദാവീദും പറയുന്നതാണല്ലോ, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സദൃശവാക്യത്തിലെ വാക്യം ധരിച്ചല്ലോ, സന്തോഷഹൃദയം നല്ലൊരു ഔഷധം. സന്തോഷഹൃദയം നല്ലൊരു ഔഷധം. താർന്ന മനസ്സിനെയോ, ആ താർന്ന മനസ്സോ അസ്ഥികൾക്ക് ദ്രവത്വം, അസ്ഥികളെ നുറുക്കുന്നു. അപ്പോൾ സന്തുഷ്ട ഹൃദയത്തോടെ കർത്താവിനെ സേവിക്കാൻ കഴിഞ്ഞാൽ അത് ഭാഗ്യം. അതുകൊണ്ട് ശരീരത്തിന് ആരോഗ്യം, മനസ്സിന് സമാധാനം. കർത്താവിൽ സന്തോഷിച്ച് അവൻ്റെ സമാധാനത്തിൽ ജീവിക്കുന്നു. മാത്രമല്ല, അപ്പോൾ കുലുങ്ങിപ്പോകുന്നില്ല. ആനന്ദപൂർണമായ ജീവിതം, ഭയരഹിതമായ ജീവിതം. ഇനി ഭാവിയെക്കുറിച്ചോ? അടുത്ത വാക്യത്തിൽ, 10-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. അത് അക്ഷരികമായി കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അത് അപ്പോസ്തല പ്രവൃത്തിയിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട്. എന്നാൽ അതിൻ്റെ ഫലമായിട്ട് ഒരു വിശ്വാസിക്ക് എന്തുണ്ടാകുന്നു?
വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാവി, ഇവിടെ പൗലോസിനോട് ചേർന്ന് നമുക്കും പറയാം, ദാവീദിനോടൊപ്പം നമുക്കും പറയാം വിശ്വാസിയുടെ ഭാവി എന്ത്. ഇവിടെ ദൈവം പറയും, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. കാരണം 49 സങ്കീർത്തനത്തിൽ അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊരു വാക്യം കാണും. അല്പം കൂടെ മുന്നോട്ട് നീങ്ങിയാൽ മറ്റൊരു ഭാഗത്ത് 89 സങ്കീർത്തനത്തിൽ തൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടിയിപ്പാൻ കഴിയുന്നവൻ ആരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാതാളത്തിന് ആടുകളായി ഏൽപ്പിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന്, പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് ക്രിസ്തുയേശുവിനാൽ വിടുവിക്കപ്പെട്ട വ്യക്തിക്ക് പാതാളത്തെ ഭയമില്ല. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടത്തില്ല. നോക്കണം, ഭാവി പ്രത്യാശ മാത്രമല്ല, ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ല. ഇന്ന് ദ്രവത്വമുള്ള ശരീരത്തിൽ നാം വസിക്കുന്നു. എന്നാൽ ഈ ശരീരം അദ്രവത്വത്തെ പ്രാപിക്കുമെന്ന് 1 കൊരിന്ത്യർ 15 പൗലോസ് പറയുന്നു. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും പ്രാപിക്കും. എപ്പോൾ? കർത്താവായ യേശുവിൻ്റെ വരവെങ്കിൽ. 1 തെസ്സലോനിക്കർ 4 14, 15, 16 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യും. അതോടെ ആ സംഭവത്തോടെ ദ്രവത്വം മാറി. 1 കൊരിന്ത്യർ 15 വ്യക്തമായി പൗലോസ് പറയുന്നു, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? അപ്പോൾ മരണം നീങ്ങി. മാത്രമല്ല, കർത്താവ് പറഞ്ഞല്ലോ, ജീവിച്ച നിന്നിൽ വിശ്വസിക്കാൻ ഒരു നാളും മരിക്കുകയില്ല. അപ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നവർക്കല്ല, യഥാർത്ഥ പുതിയനും അവിശ്വാസിക്ക് ധൈര്യമായി പറയാനുണ്ട്, എൻ്റെ മരണം മാറിപ്പോയി, എനിക്ക് മരണത്തെ ഭയമില്ല. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ എൻ്റെ കർത്താവിൻ്റെ മരണത്താൽ നീക്കി എനിക്ക് മരണത്തിന്മേൽ ജയം തന്നു, എനിക്ക് സ്വാതന്ത്ര്യം തന്നു. ഞാൻ ഇനി മരണത്തിന് അധീനനല്ല, നിത്യതയ്ക്ക് അധീനനാണ്. ഒരു വലിയ പ്രത്യാശ. ഞാൻ ആ വാക്യവും കർത്താവ് പറഞ്ഞ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. കാരണം അവൻ്റെ നിത്യമരണം നീങ്ങിപ്പോയി. അവൻ ക്രിസ്തുവിൻ്റെ മാത്രമല്ല, പാപത്തിന് ശമ്പളം മരണം, ദൈവത്തിൻ്റെ കൃപാദാനമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള നിത്യജീവൻ അവകാശമാക്കിയ ദൈവ പൈതൽ പിന്നെ മരിക്കുന്നില്ല. അതവിടെ പറയുന്നേ, ദ്രവത്വത്തിന് അധികാരമില്ല, പാതാളത്തിന് അധികാരമില്ല, വിടുവിച്ചു. സ്തോത്രം. കർത്താവ് എപ്പോഴും നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ ഈ മറ്റുള്ള ഒരധികാരത്തിനും നമ്മുടെ മേൽ സ്ഥാനമില്ല. നോക്കണം അവൻ്റെ ആ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ ജീവനിലേക്കാണ്. മാത്രമല്ല 15 വാക്യത്തിൽ അവൻ പറയുന്നത്, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, എന്നെ ജീവമാർഗത്തിൽ നടത്തും. ദൈവത്തിന് സ്തോത്രം. എത്ര വലിയ പ്രത്യാശ! അത് മാത്രമല്ല, അവസാനമായിട്ട് അപ്പോൾ ഭാവി തികഞ്ഞ പ്രത്യാശ, ഭാവി പ്രത്യാശ ആർക്ക്? കർത്താവിനെ മുമ്പിൽ വെച്ചിരിക്കുന്ന ദൈവം. തികഞ്ഞ ഭാവി പ്രത്യാശ മാത്രമല്ല, അതിൻ്റെ ഫലമായിട്ട് പിന്നെ അവൻ പറയുന്നു, ജീവൻ്റെ വഴി നീ കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്, നിത്യാനന്ദം. അപ്പോൾ ഈ ഇത് പാതാളത്തിൽ നിന്ന് വിടുവിച്ചെന്ന് മാത്രമല്ല, ഞാൻ ദ്രവത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് മാത്രമല്ല, അടുത്തവൻ പറയാനുള്ളത് വലിയൊരു നിത്യാനന്ദം ഒരുക്കി വച്ചിരിക്കുന്നു. യഹോവയുടെ വിമുക്തന്മാർ മടങ്ങി സിയോനിലേക്ക് വരും, നിത്യാനന്ദം അവരുടെ തലമേലുണ്ടാകുമെന്ന് പ്രവചനത്തിൽ നാം വായിക്കുന്നല്ലോ. നിത്യാനന്ദം.
സന്തോഷപൂർണത, ആനന്ദത്തിൻ്റെ പൂർണ്ണത അക്ഷരികമായി നാം അത് കർത്താവിൻ്റെ വരവിന് ശേഷം അനുഭവിക്കുമ്പോൾ ആത്മീയമായി ഈ ഭൂമിയിൽ അനുഭവിക്കാൻ നമുക്ക് ഭാഗ്യം നമുക്ക് അവസരമുണ്ട്, നമുക്ക് അവകാശമുണ്ട്. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ നല്ലൊരു ശതമാനം ആളുകളും ഭയചകിതരായി, നിരാശരായി, പിറുപിറുക്കുന്നവരായി, ആകുലപ്പെടുന്നവരായി, അധൈര്യപ്പെടുന്നവരായി, എന്നിട്ട് പറയുന്നു ക്രിസ്തീയ ജീവിതം ഭാരം ജീവിതമെന്ന് മരുഭൂമി യാത്ര അതികഠിനം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ അനേകരുടെ ജീവിതം മാറിപ്പോകുന്നു. അതിനുള്ള കാരണം എന്താണ്? വ്യക്തമായി നമുക്ക് കാണാം, കർത്താവ് മുന്നിലില്ല. പലപ്പോഴും കർത്താവിനെ മുന്നിൽ കാണും. ഈ മുൻകാലങ്ങളിലൊക്കെ അത് ഞാൻ പറയുന്നതിനെ എനിക്ക് ലജ്ജയുണ്ട്, എന്നാലും സത്യം ഇതാണ്. മുൻപൊക്കെ പല വീടുകളിലും മിക്കവാറും ഭവനങ്ങളിലൊക്കെ ഗ്രാമപ്രദേശങ്ങളിലെ മിക്കവാറും ഭവനങ്ങൾ കാലി വളർത്തലുണ്ടല്ലോ. പശുക്കളുടെ ക്രാവ് ചത്തുപോയാൽ പിന്നെ കറക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ പശു ചെയ്യുന്നത് ക്രാവിനെ സ്റ്റഫ് ചെയ്യും. അതിനെ തോലെടുത്ത് അതിനെ വൈക്കോൽ നിറച്ച് അതിനെ പശുക്കിടാവിൻ്റെ രൂപത്തിലാക്കും. എന്നിട്ട് അതിനെ സൂക്ഷിക്കും. കറക്കാൻ നേരത്ത് അതിനെ തള്ളയെടുത്ത് കൊണ്ടുവരുത്തും, തള്ളച്ചുരത്തും. അപ്പോൾ കറക്കും. പിന്നെ അതിൻ്റെ സ്ഥാനം വെളിയിലൊരത്താം. ഇതുപോലെ തന്നെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം കർത്താവിനെ ഉപയോഗിക്കുന്ന, യാതൊരു പ്രത്യാശയുമില്ലാത്ത, യാതൊരു സന്തോഷവുമില്ലാത്ത, യാതൊരു ആത്മീയ ചൈതന്യവുമില്ലാത്ത ഒരു കൂട്ടമായി ഇന്ന് ദൈവമെന്ന് പറയുന്നവർ മാറിയിരിക്കുന്നുള്ളത് സത്യം. അതല്ലേ തമ്മിൽ തല്ല്, അതല്ലേ കാലുവാരൽ, അതുകൊണ്ടല്ലേ സ്വാർത്ഥത വെളിപ്പെടുന്നത്. കസേരകളി, സ്ഥാനമോഹം, ദൈവാഗ്രഹം, ആകാത്ത ജീവിതം, എന്ത് ഭക്ഷണത്വം കുറേ ഒച്ച വച്ചാൽ മതി എന്നുള്ള രീതിയിൽ ആത്മീയ മണ്ഡലം മാറിയെങ്കിൽ അതിന് കാരണമില്ല. കർത്താവ് മുന്നിലില്ല. അവൻ്റെ സാന്നിധ്യത്തിൽ നിരന്തരം ജീവിക്കുന്നവരെങ്കിൽ ആ സാന്നിധ്യത്തെ അതിന് ആനുപാതികമായി നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അവൻ്റെ വിശുദ്ധി, ഞാൻ പറഞ്ഞല്ലോ, അവൻ നമ്മുടെ മാതൃകാ പുരുഷനാകും. അങ്ങനെയെങ്കിൽ അവൻ്റെ വിശുദ്ധി നാം പ്രാപിക്കും, നാം അവനെ പോലെയാകും. അങ്ങനെയാണല്ലോ യോഹന്നാൻ പറയുന്നേ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ ആയിരിക്കുന്ന പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും, എൻ്റെ കർത്താവിനെ പോലെ. അന്ന് അക്ഷയമായി ആകുന്നെങ്കിൽ ഇന്ന് ആത്മീയമായി ജീവിതത്തിൽ സംഭവിക്കണം. അപ്പോൾ ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നൊരു പഴയ ഭക്തൻ പറഞ്ഞത്, നീ ഒഴികെ ഒരിടപാടും എനിക്കില്ലാത്ത, അല്ലെങ്കിൽ എന്നെ കർത്താവിനെ വിട്ട് ഞാൻ ഒന്നിനും പോകത്തില്ല എന്ന് പ്രാഗൽഭ്യത്തോടെ പറയുന്ന അനുഭവം ഒരു വിശ്വാസിക്ക് ഉണ്ടായേ പറ്റത്തുള്ളൂ. എങ്ങനെയും ജീവിക്കുന്നവരെ ചേർക്കാനല്ല, അങ്ങനെയുള്ള വിശ്വാസികളെ ചേർക്കാനാണ്. അല്ലെങ്കിൽ എൻ്റെ കർത്താവിനെ മുൻപിൽ വെച്ചിരിക്കുന്ന, അവൻ്റെ ആലോചനയാൽ നടക്കുന്ന, അവനെ മാതൃകാപുരുഷൻ, അവനെ അനുകരിക്കുന്ന, കർത്താവെന്ന ക്രിസ്തു എന്ന മാധ്യമത്തിൽ കൂടെ ലോകത്തെ കാണുന്ന, മാത്രമല്ല കർത്താവിനെ അഭയമായി കാണുന്ന, ലോകത്തിലെ സങ്കേതങ്ങൾ നോക്കാതെ യേശു ക്രിസ്തുവിനെ മാത്രം അഭയമായി കാണുന്ന ക്രിസ്തു എന്ന ലക്ഷ്യം. എനിക്ക് വല്ല വിധേനയും, പൗലോസ് പറഞ്ഞ പോലെ, എനിക്ക് വല്ല വിധേനയും മരിച്ചുവിടെ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം. എനിക്ക് യേശുവിനെ നേടണം. മറ്റൊന്നും എനിക്ക് ലക്ഷ്യമല്ല. ലോകത്തിന് സ്ഥാനമോ മാനമോ പദവിയോ ഒന്നും, പണമോ ഒന്നും എനിക്ക് ലക്ഷ്യമല്ല. എൻ്റെ കർത്താവിനെ മാത്രം, എൻ്റെ ക്രിസ്തു മാത്രം എൻ്റെ ലക്ഷ്യം. ക്രിസ്തു എന്ന ഏക ലക്ഷ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, താഴെ പറയുന്ന ഞാൻ പറഞ്ഞ പോലെ ഒരു സാഹചര്യത്തിലും ഒരിക്കലും അവനെ വിട്ട് നാം പോകത്തില്ല. ആ സ്ഥാനത്തിൽ ജീവിക്കും. ആ ജീവിതം ഒന്നിലും കുലുങ്ങാതെ ആനന്ദപൂർണമായി, പത്രോസ് ലേഖനത്തിൽ അതാണല്ലോ കാണുന്നത്, അവാച്യമായ അനന്തത്തോടെ ആനന്ദിക്കുന്ന, പറഞ്ഞു തരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തെ ആനന്ദിക്കുന്ന ജീവിതമായിരിക്കും.
മാത്രമല്ല ലോകത്തിൽ ഒന്നിനെയും ഭയപ്പെടാതെ എന്നും പറഞ്ഞ് ഒന്നിനെയും ഭയപ്പെടാതെന്ന് പറയുമ്പോൾ ഞെളിഞ്ഞ് ഞാൻ ആരെയും വകുക്കുകയില്ല എന്ന മറ്റുള്ള ജീവിതമല്ലല്ലോ. ഭയപ്പെടേണ്ടവനെ ഭയപ്പെടുന്നവന് ഈ ലോകത്തിലൊന്നിനെയും ഭയപ്പെടേണ്ടി വരത്തില്ല. ദൈവഭയം, ഒരു സാധാരണ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ദൈവഭയം സർവജയം. ചിലർ പറയാതെ ബോധത്തിലുള്ളതാണ്. അങ്ങനില്ല. ശരിയാണ്, ദൈവഭയത്തോടെ ജീവിക്കുന്നവൻ ലോകത്തിലൊന്നിനെയും ഭയപ്പെടേണ്ടി വരത്തില്ല. മാത്രമല്ല ഭാവി പ്രത്യാശ. ഭാവി പ്രത്യാശയാൽ അവൻ നിറയും. എൻ്റെ സ്ഥാനം എവിടെ? ഞാൻ പാതാളത്തിൽ പോകത്തില്ല. ഞാൻ ജീവനിൽ കടന്നിരിക്കുകയാണ്. ഞാൻ ദ്രോഹത്വമില്ലാത്ത ഭാഗ്യത്തിന് അവകാശിയായി. ആ ഭാഗ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കും. മറ്റു വാക്കിൽ പറഞ്ഞ എൻ്റെ കർത്താവ് വരും. എന്ത് പറഞ്ഞാലും എന്ത് സാഹചര്യങ്ങൾ മാറിയാലും കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്ന, കർത്താവിൻ്റെ വരവിൽ പ്രിയം വച്ചിരിക്കുന്ന, കർത്താവിൻ്റെ വരവിന് വേണ്ടി മാത്രം ആശ വച്ച് എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. പാട്ടുപാടും, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതിയെന്ന്. പക്ഷേ തൊട്ട് താഴെ പറഞ്ഞ് ഞാൻ ഉപേക്ഷിക്കത്തില്ല. ഏതാ? ഹിതത്തിലെ മായസുഖം, അത് ഞാൻ ഉപേക്ഷിക്കത്തില്ല. കിട്ടിയത് കളയാൻ ഒക്കുമോ? അനുഭവിക്കുമ്പോഴല്ലേ അനുഭവിക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഉള്ളത് പോരട്ടെ. യേശുവിനെ കണ്ടാൽ മതി എന്നുള്ള ആഗ്രഹം. മാത്രമല്ല നിത്യസമ്പൂർണതയെക്കുറിച്ചുള്ള പ്രത്യാശ. നീ എന്നെ ജീവനിലേക്ക് നടത്തും. ആസാവ് അതാണല്ല പറഞ്ഞ്, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മൗത്വത്തിലേക്ക് എന്നെ ചേർത്തുള്ളൂ. അവൻ്റെ ആലോചനയാൽ നടത്തപ്പെടുന്ന, മൗത്വത്തിലേക്ക് ചേർക്കപ്പെടുന്ന ഭാഗ്യകരമായ അനുഭവം. പ്രിയമുള്ളവരെ, ഈ നിലയിൽ ഇരിക്കണം നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം. ഒരു പഴയ ഭക്തന് ഈ നിലയ്ക്ക് പറയാൻ കഴിഞ്ഞെങ്കിൽ വളരെ നമ്മൾ പറയുന്ന ചില എക്സ്ക്യൂസ് ഉണ്ട്. ഇന്നത്തെ കാലത്ത് എവിടെ സമയം? എല്ലാത്തിനും സമയം എവിടെ? ഞാൻ ചോദിക്കട്ടെ, ഈ മനുഷ്യൻ ഇസ്രായേലിൻ്റെ രാജാവാണ്. 40 വർഷം അവൻ രാജാവാണ്. എന്നിട്ട് പോലും ദൈവസേനയിൽ പോയിരിക്കാൻ അവൻ സമയം കണ്ടെത്തി. ദൈവത്തോട് ചെലവഴിക്കാൻ അവൻ സമയം കണ്ടെത്തി. അവന് ദൈവമാണ് പ്രധാനം. നമ്മുടെ ജീവിതത്തിലോ കുലുങ്ങാതെ സന്തോഷപൂർണരായി, അല്ലെങ്കിൽ ആനന്ദപൂർണരായി, കർത്താവിൽ സന്തോഷിച്ച്, ഭയരഹിതരായി, ഭാവി പ്രത്യാശയുള്ളവരായി, നിത്യതയുടെ നിർണയത്തിൽ, പരിപൂർണതയുടെ നിർണയത്തിൽ ജീവിക്കുന്നവരായി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുന്നു. അപ്പോൾ കർത്താവിനെ മുൻപിൽ വെച്ചപ്പോൾ കർത്താവ് വലത്ത് ഭാഗത്ത് വന്നു. നമ്മുടെ ജീവിതത്തിലും ഇത് അനുഭവം ഉണ്ടാകുമോ? എങ്കിൽ പ്രാഗൽഭ്യത്തോടെ, ധൈര്യത്തോടെ പത്രോസ് പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്താൽ, അത് പറയുന്ന ഇങ്ങനെയാണ്, വിശ്വാസത്തോട് വിരിയും എന്ന് പറഞ്ഞ് ഓരോന്ന് കൂട്ടിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വിടരാതെ നിത്യരാത്രിയിലുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ധാരാളമായി ആ നാട്ടിലേക്കുള്ള പ്രവേശനം പ്രാപിപ്പാൻ, പ്രാഗൽഭ്യത്തോടെ കടന്നു ചെല്ലുവാൻ, രാജാവിനെ എൻ്റെ സൗന്ദര്യത്തോടെ കാണുവാൻ നമുക്കൊരുങ്ങാം. ഒരു വ്യക്തിയും ഇതാണ് ശരിയായ മാർഗം. ഒരു വ്യക്തിയും അതിൽ നിന്ന് നമ്മളെ അകറ്റരുത്, നമ്മളെ മാറ്റരുത്. ഒരു ശക്തിയും അതിന് ഇടങ്കോലിടാൻ നാം അനുവദിക്കരുത്. പൗലോസ് പറഞ്ഞ പോലെ ക്രിസ്തുവിനെ സ്നേഹത്തിൽ നിന്ന് പിരിയാത്തവരായി അവനിൽ ജീവിക്കാം, അവനിൽ നിലനിൽക്കാം. ഒരു ശക്തിയും അതിൽ നിന്ന് വേർപെടുത്താതെ ക്രിസ്തു യേശുവിനാൽ ജയം കൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്നേഹവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നുവെന്നും അതിൻ്റെ ഫലമായി അതെന്താണെന്നും അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് എന്ത് അനുഗ്രഹം ശ്രദ്ധിക്കുന്നുവെന്നും ചിന്തിപ്പാൻ ഇളയവരെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവെ, വചനം കേട്ട പ്രിയപ്പെട്ടവരോട് അവിടുന്ന് ഇടപെടണമേ. കുലുങ്ങിപ്പോകാത്തവരായി, ആനന്ദപൂർണരായി, ഭയരഹിതരായി, ഭയത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച് ഭാവി പ്രത്യാശയുള്ളവരായി, ജീവനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് ജീവമാർഗത്തിൽ നടന്ന് അങ്ങയുടെ പൂർണ്ണതയിൽ പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്
ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കണമേ. കർത്താവ്, ഈ പ്രത്യാശയില്ലാത്ത, ഈ പ്രാഗൽഭ്യമില്ലാത്ത ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുവെങ്കിൽ അവരോട് ഇടപെടണമേ. കർത്താവിനെ എപ്പോഴും മുൻപിൽ വെച്ച് ജയകരമായി ജീവിപ്പാൻ അങ്ങയുടെ വലത്തുഭാഗത്ത് ഉണ്ടെന്നുള്ള ഉറപ്പോടെ പ്രാഗൽഭ്യത്തോടെ മുന്നോട്ട് പോകുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.